ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ BA സോഷ്യോളജി മെയിൻ പേപ്പറായിട്ടുള്ള സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന പേപ്പറിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം 2023 നടന്ന എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിന് യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടുള്ള ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ആൻസർ അനാലിസിസുമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ ഒരു യൂണിവേഴ്സിറ്റി ആൻസർ കീയിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ആൻസറിൽ വരേണ്ടത്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സോഷ്യൽ ആന്ത്രപ്പോളജി. സോഷ്യൽ ആന്ത്രപ്പോളജി എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാനാണ്. സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ത്രപ്പോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. ഹ്യൂമൻ സൊസൈറ്റിയെക്കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും അവരുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഉള്ളൊരു പഠനത്തിനെയാണ് സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറയുക. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് ഈ ഒരു ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ഒരു പഠന വിഷയം വരുന്നത്. ആന്ത്രപ്പോസ്, ലോഗോസ് എന്ന വാക്കുകളിൽ നിന്നാണ് ആന്ത്രപ്പോളജി എന്ന വാക്കുണ്ടായിട്ടുള്ളത്. ഓരോ കാലഘട്ടത്തിലും മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ അവിടെ ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെയാണ് ഇവിടുത്തെ പഠന വിഷയമായിട്ട് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ പ്രിമിറ്റീവ് ലോ. പ്രിമിറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രിമിറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ കൾച്ചറായിട്ടുള്ള അല്ലെങ്കിൽ പൂർവ്വകാല അല്ലെങ്കിൽ എന്താണ് ആൻഷ്യൻ്റ് കാലഘട്ടത്തിലെ ആളുകളുടെ ലോനെയാണ് പ്രിമിറ്റീവ് ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സമയത്ത് ആളുകൾക്ക് ഒരു റിട്ടൺ ആയിട്ടുള്ള എഴുതപ്പെട്ട നിയമങ്ങളും മറ്റൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. പ്രാകൃതാവസ്ഥയിലുള്ള ആളുകളുടെ ലോയാണ് പ്രിമിറ്റീവ് ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിങ് ഔട്ട് ദ റോൾ ഓഫ് ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി. ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിമ മനുഷ്യർ ഉപയോഗിച്ച പുരാവസ്തുക്കളെ കുറിച്ച് പഠനം നടത്തുന്നതിനെയാണ് സിമ്പിളായിട്ട് പറയാം. എസ്പെഷ്യലി ഈ പരിണാമകാലത്തെ കരകൗശല വസ്തുക്കളെക്കുറിച്ചും അന്ന് ഉപയോഗിച്ച ഉപകരണങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു പഠനമാണ് ഈ ഒരു പുരാവസ്തുശാസ്ത്രം അല്ലെങ്കിൽ ആർക്കിയോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുൻകാല മനുഷ്യ സമൂഹത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നത് ഈ ഒരു ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജിയിലൂടെയാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് കൾച്ചർ? കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി സമൂഹത്തിലെ അംഗമെന്ന നിലയിൽ ഒരു വ്യക്തി ആർജിച്ചെടുക്കുന്ന അറിവ്, നിയമങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ എന്നിവയുടെ ആകെ തുകയാണ് നമുക്ക് സംസ്കാരം എന്ന് പറയാൻ വേണ്ടി പറ്റുക. വു ആർ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഭരണകാലത്ത് 1871 മുതൽ 1947 വരെ നിലനിന്നിരുന്ന ക്രിമിനൽ ട്രൈബൽ ആക്ടിന് കീഴിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ ഗോത്ര സമുദായങ്ങളെയാണ് നമ്മൾ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് എന്ന് വിളിക്കുക. 1952 ഈ ഒരു ആക്ട് റിപ്പീൽ ചെയ്തു. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തെ മരങ്ങളെല്ലാം വെട്ടിമുറിച്ച ശേഷം അവിടുത്തെ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്നത് വരെ കൃഷി ചെയ്യുന്നു. ശേഷം അതിനെയാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് തന്നെ വിവിധ തരത്തിലുള്ള കൾട്ടിവേഷൻസ് വരുന്നത്. ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കൾട്ടിവേഷൻ വരുന്നത് വരെ വേറെ എന്തെങ്കിലും ഇടവിള കൃഷികൾ ചെയ്യുന്നതിനെയാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ PVTG. PVTGs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. നേരത്തെ ഇവർ പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതായത് ഇന്ത്യയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്ലാസിഫൈ ചെയ്ത പ്രകാരം ഒരു വളരെ ഡെവലപ്മെൻറ്റ് തീരെ ഇല്ലാത്ത ആളുകളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന അതിന് വേണ്ടിയിട്ടാണ് PVTG എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പ് ഫോം ചെയ്തത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് നോട്ട് ഓൺ ക്ലോഡ് ലെവിസ്ട്രസ്. ലെവിസ്ട്രസിനെ പറ്റി എഴുതാനാണ്. ക്ലോഡ് ലെവിസ്ട്രസ് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ആന്ത്രപ്പോളജിസ്റ്റ് ആണ്. അറിയപ്പെടുന്ന ഒരു 20ാം നൂറ്റാണ്ടിൽ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് കൂടിയാണ്. സ്ട്രക്ചറൽ ആന്ത്രപ്പോളജിയുടെ ഫൗണ്ടറായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സ്ട്രക്ചറലിസവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ തിയറീസ് വരുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഗേവ് ദ കൺസെപ്റ്റ് ഓഫ് കൾച്ചറൽ ലാഗ്. W.F. ഒക്ബേൺ ആണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്ന തിയറി കൊണ്ടുവന്നത്. രണ്ട് കൾച്ചർ വരുന്നുണ്ട്, മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും. മെറ്റീരിയൽ കൾച്ചർ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ വരികയും നോൺ മെറ്റീരിയൽ കൾച്ചറിന് വളരെ ഡിലേ ആയിട്ടാണ് മാറ്റങ്ങൾ വരിക. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ലാഗിങ്ങിനെയാണ് കൾച്ചറൽ ലാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾക്ക് വിധേയമായി നമുക്ക് കാണാനും തൊടാനും ഒക്കെ സാധിക്കുന്നതാണ്. നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. അപ്പോൾ അതിൽ
മാറ്റങ്ങൾ വരാൻ ഡിലേ വരും. അപ്പോൾ അത് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിനെയാണ്, ആ ലാഗിങ്ങിനെയാണ് കൾച്ചറൽ ലാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഇല്ലാത്ത, എണ്ണൽ സംഖ്യ ഇല്ലാത്ത രീതിയിൽ വരുന്ന റിസർച്ചിനെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് വരുന്നത്. ഇപ്പോൾ നമ്മുടെ നോൺ ന്യൂമറിക്കൽ ഡാറ്റ ആയിട്ടുള്ള ലാംഗ്വേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതായത് നമ്മൾ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെയാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് റിസർച്ച് എന്ന് പറയാം. അല്ലാതെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടോ അല്ലെങ്കിൽ ന്യൂമറിക്കലായിട്ടുള്ള ഡാറ്റ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ വരില്ല. അത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ് വരിക. 11ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ പണിയൻ ട്രൈബ്. പണിയൻ ട്രൈബിനെ കുറിച്ച് എഴുതാനാണ്. ഇവർ പണിയർ, പണിയൻ എന്ന പേരിലും ഇവർ അറിയപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രൈബൽ പീപ്പിൾ പെട്ട ഒരു വിഭാഗമാണ് പണിയൻ വിഭാഗം എന്ന് പറയുന്നത്. വയനാട് അതുപോലെ കർണാടക സംസ്ഥാനങ്ങളായിട്ടാണ് ഇവരെ കാണാൻ വേണ്ടി സാധിക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഗീവ് ദ നെയിംസ് ഓഫ് 5 ഇമ്പോർട്ടൻറ്റ് ഇന്ത്യൻ ട്രൈബ്സ് ആൻഡ് ദെയർ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 5 ട്രൈബൽ പീപ്പിളിനെയും അവരുടെ ഏത് ഏരിയയിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് എഴുതേണ്ടത്. ഇതിൽ പറയുകയാണെങ്കിൽ സെൻട്രൽ സോണിൽ നമുക്ക് ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയുള്ള മേഖലയിൽ ഗോണ്ട്, ബയക്ക്, മരിയ എന്നീ വിഭാഗക്കാർ, ഈസ്റ്റേൺ ഏരിയയിൽ ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിൽ ജുവാങ്, കരിയ എന്നീ വിഭാഗങ്ങൾ, അതുപോലെ ജാർഖണ്ഡിൽ മൂണ്ട, സാന്താർ, വെസ്റ്റേൺ സോണിൽ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കാണുന്നതാണ് ദിൽ, മിന, ബാലി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് വിഭാഗങ്ങളാണ് നിങ്ങളതിൽ എഴുതേണ്ടത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ട്രൈബ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഗിവ് നെയിം ഓഫ് എനി 5 ട്രൈബ്സ് ഫോർ ദാറ്റ് പ്ലേസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രൈബൽസ് കാണുന്ന സംസ്ഥാനം ഏത്? അവിടുത്തെ 5 ട്രൈബൽ വിഭാഗത്തെക്കുറിച്ച് ഏതാണ്? ഇന്ത്യയിൽ മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ട്രൈബൽ പീപ്പിൾസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. 2011 സെൻസസ് പ്രകാരം ബൈഗ, ബരിയ, ബിൽ, ചേറോ, ഗോണ്ട് എന്നീ ട്രൈബൽ വിഭാഗങ്ങളാണ് മധ്യപ്രദേശിൽ ഉള്ളത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫോറസ്റ്റ് ആക്ട്? ഫോറസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? ഇന്ത്യൻ വന നിയമം. 1927 ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന വന നിയമങ്ങളെ അടിസ്ഥാനമാക്കി രൂപപ്പെട്ട നിയമമാണ് 1927 ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് എന്ന് പറയുന്നത്. ആദ്യം ഈ ഒരു നിയമം വരുന്നത് 1878 വനഭൂമി സംരക്ഷിക്കുക, വനവിഭവ ചൂഷണം നിയന്ത്രിക്കുക തുടങ്ങിയായിരുന്നു നിയമങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ പെസ. പെസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? പെസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പ്രൊവിഷൻ ഓഫ് ദ പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് ഏരിയ ആക്ട് 1996 അല്ലെങ്കിൽ പെസ. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ഒരു നിയമമാണ്. ഷെഡ്യൂൾഡ് ഏരിയയിൽ, അതായത് ഷെഡ്യൂൾഡ് ട്രൈബ് മറ്റൊക്കെ പെട്ട ഏരിയയിലുള്ള ആളുകളുടെ ട്രഡീഷണൽ സെൽഫ് ഗവേണൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, സ്വയംഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നൊരു നിയമമാണ് പെസ എന്ന് പറയുന്നത്. ഇത്രയാണ് ഫസ്റ്റ് സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി. സോഷ്യോളജി ആന്ത്രപ്പോളജി തമ്മിൽ കമ്പയർ ചെയ്യാനും മറ്റൊക്കെയാണ് അതിൻ്റെ റിലേഷൻഷിപ്പ്, ഡിഫറൻസും ഒക്കെയാണ് എഴുതേണ്ടത്. സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റിയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിനെയാണ് സോഷ്യോളജി എന്ന് പറയാം. ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യവംശത്തെക്കുറിച്ചും അതുപോലെ അവരുടെ കൾച്ചർ, എസ്പെഷ്യലി പ്രിമിറ്റീവ് സൊസൈറ്റിയിലെ അതിനെ പറ്റിയൊക്കെയുള്ള പഠനമാണ് ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന 2 വിഷയമാണ് സോഷ്യോളജി അതുപോലെ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. എൽ ക്രോബർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ട്വിൻ സിസ്റ്റേഴ്സ് എന്നാണ് സോഷ്യോളജിയെയും ആന്ത്രപ്പോളജിയെയും. സോഷ്യോളജിയുടെ പോലെ തന്നെ സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് അതിൻ്റെ വ്യാപ്തി അതിവിശാലമാണ്. മനുഷ്യ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന വിഷയം തന്നെയാണ് സോഷ്യൽ ആന്ത്രപ്പോളജി. മനുഷ്യൻ്റെ സംസ്കാരം, വിവാഹം, ബന്ധുത്വം, ആചാരങ്ങൾ, ഭാഷ, തൊഴിൽ, മതവിശ്വാസം എന്നിവയെക്കുറിച്ചൊക്കെ സോഷ്യൽ ആന്ത്രപ്പോളജി പഠിക്കുന്നുണ്ട്. സോഷ്യോളജിയും സാമൂഹികമായിട്ടുള്ള, സാംസ്കാരികമായിട്ടും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. പരസ്പരം ഇൻ്റർ റിലേറ്റ് ചെയ്ത് കണ്ടുള്ള ഒരുപാട് സംഗതികൾ സോഷ്യോളജിയിലും ആന്ത്രപ്പോളജിയിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയെക്കുറിച്ച് ഒന്നിച്ച് പഠിക്കുകയാണ്. അത് പ്രിമിറ്റീവ് സൊസൈറ്റി ഉണ്ട്, അതുപോലെ ഇപ്പോഴത്തെ സൊസൈറ്റി ഉണ്ട്, മോഡേൺ സൊസൈറ്റി, എല്ലാത്തിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. അതേസമയം ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമിറ്റീവ് സൊസൈറ്റിയെക്കുറിച്ചാണ് കൂടുതലായിട്ട് പഠിക്കുന്നത്.
പിന്നെ അതിൽ ഒന്നുകൂടെ പറയാണ്, ഈ ആന്ത്രപ്പോളജി തീർത്തും പരമ്പരാഗതവും ലളിതമായിട്ടുള്ള പ്രിമിറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുമ്പോൾ സോഷ്യോളജി പൂർണ്ണമായിട്ടും കോംപ്ലക്സ് ആയിട്ടും അതുപോലെ ആധുനികമായിട്ടുള്ള സമൂഹത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് അതിൽ എഴുതിയാൽ മതി. 17ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ. കൾച്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ്. ഫസ്റ്റ് കൾച്ചർ എന്താണെന്നുള്ളതൊരു ഡെഫിനിഷൻ കൊടുക്കുക. കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലൊരു അംഗം എന്ന നിലയിൽ ആർജിക്കുന്ന അറിവുകൾ, വിശ്വാസങ്ങൾ, നിയമങ്ങൾ, ആചാരങ്ങൾ, കലകൾ എന്നിവയുടെ ആകെത്തുകയാണ് നമ്മൾ സംസ്കാരം അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയാം. കൾച്ചർ എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ഈ ഒരു കൾച്ചർ എന്ന വാക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, സംസ്കാരം എന്ന് പറയുന്നത് ചലനാത്മകമായിട്ടുള്ള ഒന്നാണ്. അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ സംസ്കാരം സാമൂഹികമായിട്ടുള്ള ഒന്നാണ്. സമൂഹത്തിലാണ് ഇത് രൂപപ്പെടുന്നത്. അതുപോലെ സംസ്കാരം ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത്. സാമൂഹ്യവൽക്കരണ പ്രക്രിയയിലൊക്കെ സംസ്കാരത്തിന് പ്രത്യേക പങ്കുണ്ട്. സംസ്കാരം എന്ന് പറയുന്നത് മനുഷ്യൻ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്നതാണ്. ജന്മനാ ലഭിക്കുന്ന ഒന്നല്ല. മനുഷ്യൻ സൊസൈറ്റി ടു സൊസൈറ്റി എന്താണ്, അത് ഡിഫറെൻ്റ് ആണ്. അത് ആ ഒരു സമൂഹത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻറ്റ് ട്രൈബൽ മൂവ്മെൻറ്റ്സ് ഓഫ് കേരള. കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട ട്രൈബൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലും അതുപോലെ കേരളത്തിലൊക്കെ നിരവധി ട്രൈബൽ മൂവ്മെൻറ്റ്സ് നടന്നിട്ടുണ്ട്. ട്രൈബൽ പീപ്പിൾ, അതായത് ആദിവാസി വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരായിട്ടാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഓവർകം ചെയ്യാനാണ് ഈ ഒരു ട്രൈബൽ മൂവ്മെൻറ്റ്സും മറ്റൊക്കെ ഇന്ത്യയിലായാലും കേരളത്തിലായാലും നടന്നിട്ടുള്ളത്. കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു ട്രൈബൽ മൂവ്മെൻ്റാണ് മുത്തങ്ങ സമരം എന്ന് പറയുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ അനലൈസ് ദ കോമ്പോസിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രൈബൽ പോപ്പുലേഷൻ ഇൻ കേരള. കേരളത്തിലെ ട്രൈബൽ പോപ്പുലേഷൻ്റെ കോമ്പോസിഷനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലെ തന്നെ കേരളത്തിൽ ഒരുപാട് ട്രൈബൽ പീപ്പിളിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കേരളത്തിൽ കാണപ്പെടുന്ന തദ്ദേശീയമായിട്ടുള്ള ജനവിഭാഗമാണ് കേരളത്തിലെ ആദിവാസികൾ അല്ലെങ്കിൽ ഗോത്രവർഗ വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. 2011 സെൻസസ് പ്രകാരം കേരള ജനസംഖ്യയുടെ 1.5% ട്രൈബൽ പോപ്പുലേഷനായിട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്നത് വയനാട്ടിലാണ്. പണിയർ, ഇരുള, കാട്ടുനായ്ക്കർ, അടിയർ തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളാണ് അവിടെ ഉള്ളത്. ഇതിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് പണിയ വിഭാഗമാണ്. കാസർഗോഡ് ജില്ലയിൽ കൊറഗർ, മാറാടി വിഭാഗങ്ങളും, വയനാട് പണിയർ, കുറിച്യർ, കാട്ടുനായ്ക്കർ, മുള്ളുകുറുമർ എന്ന വിഭാഗവും, അട്ടപ്പാടിയിൽ ഇരുളർ, കുറുമ്പർ, മുടുകർ, നിലമ്പൂർ ചേലനായ്ക്കർ, അരനാടർ, കാദർ, അലർ, പണിയർ എന്നീ വിഭാഗവും, പറമ്പിക്കുളം മേഖലയിൽ കാദർ, മലസർ, മലസർ, ഇടുക്കിയിൽ മലമ്പാടം, മലപ്പുലയൻ, മലയരയൻ, നെടുമങ്ങാട്, കാണിക്കാർ, മലന്തർ എന്നിങ്ങനെയാണ് ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ ക്രിട്ടിക്കലി ഡിസ്കസ് ദ റോൾ ഓഫ് NGOs ഇൻ ട്രൈബൽ ഡെവലപ്മെൻറ്റ്. ട്രൈബൽ ഡെവലപ്മെൻറ്റിൻ്റെ മേഖലയിൽ ഗവൺമെൻറ് അല്ലാതെ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിൻ്റെ റോളിനെ പറ്റിയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ് ഒരുപാട് ഇനിഷ്യേറ്റീവ്സും മറ്റൊക്കെ ട്രൈബൽ മേഖലയിൽ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പക്ഷെ അതും എഫക്റ്റീവായിട്ട് നടക്കുന്നില്ല. അതുപോലെ NGOs, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്, സന്നദ്ധ സംഘടനകളും മറ്റൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രോഗ്രാമുകളും അല്ലെങ്കിൽ സഹായങ്ങളും മറ്റൊക്കെ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ പറ്റിയാണ് അതിൽ എഴുതേണ്ടത്. 21ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ആന്ത്രപ്പോളജിക്കൽ ഫീൽഡ് വർക്ക്. ആന്ത്രപ്പോളജിക്കൽ ഫീൽഡ് വർക്കിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ആന്ത്രപ്പോളജിയിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. പഠനം നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകളോടൊപ്പം താമസിച്ച് അവരെക്കുറിച്ച് പഠിക്കുന്ന ഒരു രീതിയാണ് ഫീൽഡ് വർക്ക്. ഫീൽഡിൽ പോയിട്ട് വർക്ക് ചെയ്യാം. കൂടുതലും ആന്ത്രപ്പോളജിയിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. 1920 ശേഷമാണ് ഈ രീതി ഉപയോഗിച്ച് തുടങ്ങുന്നത്. മനിലോസ്കിയാണ് ഫീൽഡ് വർക്കിന് ആന്ത്രപ്പോളജിയിൽ കൂടുതൽ പ്രസക്തി കൊടുത്തത്. 22ാമത്തെ ക്വസ്റ്റ്യൻ ബ്രീഫ്ലി അനലൈസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇന്ത്യൻ ട്രൈബ്സ്. ഇന്ത്യൻ ട്രൈബ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷനിലായാലും അല്ലെങ്കിൽ ഗവൺമെൻറ് ആയാലും ഒരുപാട് നിയമങ്ങൾ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുക,
ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആർട്ടിക്കിൾ 342 പ്രകാരം പട്ടികവർഗ്ഗക്കാർ ആരാണെന്നും അവർക്കുള്ള അവകാശങ്ങളെ പറ്റി അതിൽ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 29 പട്ടികവർഗ്ഗക്കാർ ഉൾപ്പെടുന്ന ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 350 പ്രകാരം ഭാഷ, സംസ്കാരം, ലിപി എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 330 പ്രകാരം പട്ടികവർഗ്ഗക്കാർക്ക് ലോകസഭയിൽ സീറ്റുകൾ സംവരണം ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 243 പ്രകാരം പഞ്ചായത്തുകളിൽ ഈ ഒരു ട്രൈബൽ പീപ്പിളിന് സീറ്റുകൾ സംവരണം ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇതല്ലാതെ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റിനെ പറ്റി മറ്റുമൊക്കെ ഇതിൽ എഴുതാവുന്നതാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മലിനോവ്സ്കീസ് ഫങ്ഷണലിസ്റ്റ് തോട്ട് ഓഫ് ആന്ത്രപ്പോളജി. മലിനോവ്സ്കിയുടെ ആന്ത്രപ്പോളജിക്കൽ തോട്ടിനെ പറ്റി എഴുതാനാണ്. അദ്ദേഹം ആന്ത്രപ്പോളജിയുടെ ഫങ്ഷണൽ തിയറിയെക്കുറിച്ചാണ് കൂടുതലായിട്ടും പറയുന്നത്. 20ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ആന്ത്രപ്പോളജിസ്റ്റാണ് മലിനോവ്സ്കി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ആന്ത്രപ്പോളജിയിൽ ഫങ്ഷണലിസ്റ്റ് ചിന്തക്ക് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഓരോ സാംസ്കാരിക ഘടകത്തിനും സമൂഹത്തിനും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് നിർവഹിക്കാനുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് ഭാഗങ്ങളുള്ള ഒരു സംവിധാനമായിട്ടാണ് സമൂഹത്തെ അവർ കാണുന്നത്. സമൂഹത്തിലെ വ്യത്യസ്ത ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചും ആ ഓരോ ഭാഗവും നിർവഹിക്കുന്ന ഫങ്ഷനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അതായത് സമൂഹത്തിൽ പലതരത്തിലുള്ള മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മതം, അതുപോലെ വിവാഹം തുടങ്ങിയിട്ടുള്ള വിവിധ സാമൂഹിക സ്ഥാപനങ്ങളും മറ്റൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ്, അവർ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഫങ്ഷൻസ് നിർവഹിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് സെക്ഷൻ ബിയിൽ ഉള്ളത്. സെക്ഷൻ സിയിലെ ക്വസ്റ്റ്യൻസ്. 24ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസസ് ദ നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ ആന്ത്രപ്പോളജി. സോഷ്യൽ ആന്ത്രപ്പോളജിയുടെ നാച്ചർ, സ്കോപ്പിനെ പറ്റിയാണ് എഴുതേണ്ടത്. സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹിക നരവംശാസ്ത്രം, സമൂഹത്തെ മനുഷ്യനെ പറ്റിയുള്ള അല്ലെങ്കിൽ പ്രിമിറ്റീവ് സൊസൈറ്റിയെ കുറിച്ചുള്ളൊരു പഠനത്തെ ശാഖയാണ് നമ്മൾ സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറയാം. ആന്ത്രപ്പോളജിയുടെ ഒരു പ്രധാനപ്പെട്ടൊരു ഡിസിപ്ലിനായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതായിട്ട് വരുന്നതാണ് സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും വരുമ്പോഴാണ് അതിനെ സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറയാം. പ്രധാനമായിട്ടും എത്നോഗ്രഫി ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത്. പ്രിമിറ്റീവ് സൊസൈറ്റിയെക്കുറിച്ചുള്ള പഠനത്തിന് അല്ലെങ്കിൽ പ്രാകൃത സൊസൈറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ട്രൈബൽ പീപ്പിളിനെ കുറിച്ചൊക്കെയുള്ള പഠനത്തിനെയാണ് നമ്മൾ സോഷ്യൽ ആന്ത്രപ്പോളജി പ്രധാനമായിട്ടും ഊന്നൽ നൽകുന്നത്. അവരുടെ പൊളിറ്റിക്കലായിട്ടും സാമൂഹികമായിട്ടും എക്കണോമിക്കലായിട്ടുള്ള സിസ്റ്റം, ഗവേണൻസ് എങ്ങനെയാണ്, അതുപോലെ ലിംഗ്വിസ്റ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ റിലീജിയൻ, അങ്ങനെ തുടങ്ങിയിട്ട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ്, അവരുടെ സ്ക്രിപ്റ്റ്സുകൾ എങ്ങനെയാണ്, സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ആന്ത്രപ്പോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ബ്രാഞ്ചുകൾ നമുക്ക് ആന്ത്രപ്പോളജിയിൽ കാണാൻ വേണ്ടി സാധിക്കും. കൾച്ചറൽ ആന്ത്രപ്പോളജി, ഫിസിക്കൽ ആന്ത്രപ്പോളജി, ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി, ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി, സോഷ്യൽ ആന്ത്രപ്പോളജി തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ബ്രാഞ്ചുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സാമൂഹ്യജീവി എന്ന നിലയിൽ മനുഷ്യരെ കുറിച്ചുള്ള പഠനമാണ് ആന്ത്രപ്പോളജി എന്നാണ് ഫ്രാൻസ് ബേസ് ഡെഫിനിഷൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയാൽ മതി. 25ാമത്തെ ക്വസ്റ്റ്യൻ, അലിക്കേറ്റ് ദ മേജർ പ്രോബ്ലംസ് വിത്ത് എക്സാമ്പിൾ ഫേസ്ഡ് ബൈ ട്രൈബ്സ് ഇൻ കേരള. കേരളത്തിലെ ട്രൈബ്സ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസും എക്സാമ്പിൾ അടക്കം എഴുതാനാണ്. പ്രധാനമായിട്ടും ട്രൈബൽസ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ വനഭൂമിയിൽ നിന്നുള്ള അന്യവൽക്കരണം, വനഭൂമിയിൽ നിന്ന് അവരെ ഒഴിവാക്കുക. പ്രത്യേകിച്ച് ആദിവാസികൾ പലരും കൃഷി, അതുപോലെ കാടുമായി ബന്ധപ്പെട്ട വേട്ടയാടിയൊക്കെയാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ പുതിയ രീതിയിലുള്ള വ്യവസായവൽക്കരണങ്ങളും അതുപോലെ ഭൂമി ഏറ്റെടുക്കലും മറ്റൊക്കെ മൂലം അവർക്ക് അവരുടെ ആവാസ വ്യവസ്ഥയിൽ മറ്റുള്ള മനുഷ്യർ കയറിയിട്ട് അവരെ അതിൽ നിന്നും ഒഴിഞ്ഞു മാറ്റുന്ന രീതിയിലേക്കാണ് അത് വരുന്നത്. പിന്നെ ദാരിദ്ര്യം അവർ നേരിടുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുപോലെ സ്ഥിര വരുമാനം ഇല്ലായ്മ, അതുപോലെ ഷിഫ്റ്റിംഗ് കൃഷിയിലുള്ള ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻസ്, അതുപോലെ നിരക്ഷരത, കടബാധ്യത, ആരോഗ്യ പ്രശ്നങ്ങൾ, ലിംഗപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കേരളത്തിലെ ആദിവാസികൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ പറയുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും മറ്റൊന്നും കിട്ടുന്നില്ല. ഇതൊക്കെ അവരെ നേരിടുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിങ് ഔട്ട് ദി ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് കൾച്ചറൽ പ്രോസസ്സ്. കൾച്ചറൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തിയറീസിനെ കുറിച്ച് എഴുതാനാണ്. അതിൽ എവല്യൂഷൻ, അക്കൾച്ചറേഷൻ, അസിമുലേഷൻ, ഡിഫ്യൂഷൻ, എൻകൾച്ചറേഷൻ, ഇൻ്റഗ്രേഷൻ, ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്.
അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സംസ്കാരം നിലനിർത്തിക്കൊണ്ട് ഒരു വ്യക്തിയോ ഗ്രൂപ്പോ മറ്റൊരു ഗ്രൂപ്പിൻ്റെ സംസ്കാരം സ്വീകരിക്കുന്നതാണ്. ഇതുവഴി ഒരു ഗ്രൂപ്പ് പിന്തുടർന്ന സംസ്കാരത്തിന് മാറ്റം വരുന്നു. അതായത് ഒരു വിദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തി ആ രാജ്യത്തെ സംസ്കാരം പിന്തുടരുന്നതിനാണ്. അതിലൂടെ എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിൽ മാറ്റം വരും. അസിമിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിൻ്റെ സംസ്കാരം സ്വീകരിച്ചുകൊണ്ട് മറ്റൊന്നായി മാറുന്ന രീതിയാണ്. ഇവിടെ രണ്ട് സംസ്കാരങ്ങൾ കൂടിച്ചേർന്ന് പുതിയൊരു സംസ്കാരമായിട്ട് അസിമിലേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്താണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിലെ സംസ്കാരം മറ്റൊരു സമൂഹത്തിലേക്ക് വ്യാപനം ചെയ്യുന്ന പ്രക്രിയയാണ് ഡിഫ്യൂഷൻ. അതായത് ഒരു സമൂഹത്തിലുണ്ടാകുന്ന സംസ്കാരം മറ്റൊരു സമൂഹത്തിലേക്ക് മാറുന്നത്. എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തൻ്റെ സമൂഹത്തിലെ സംസ്കാരം പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ്. ഇത് കുട്ടിക്കാലം മുതൽ തന്നെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്ന് സംസ്കാരങ്ങൾ ആരംഭിക്കുന്നത്, അത് ആ മൂല്യങ്ങളും മറ്റൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് എൻകൾച്ചറേഷൻ എന്ന് പറയാം. കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലേറെ സംസ്കാരങ്ങൾ ഒന്നിച്ചു ചേരുന്ന അവസരത്തിലാണ് ഇത് ഉണ്ടാവുന്നത്. ഇതിലൂടെ എന്താണ് ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ സംസ്കാര രീതി അംഗീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. 1951 ഇത് നിലവിൽ വന്നത്. പിന്നെ മറ്റൊന്നാണ് എവല്യൂഷൻ. ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ എഴുതേണ്ടത്. 27ാമത്തെ ക്വസ്റ്റ്യന് ഇന്ത്യയിലെ ട്രൈബൽ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസും പ്ലാൻസിനെ പറ്റി എഴുതാനാണ്. അപ്പോൾ ഇന്ത്യയിലായാലും കേരളത്തിലായാലും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ട്രൈബൽ വെൽഫെയർ മേഖലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ക്ഷേമത്തിന് അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹൗസിംഗ് മേഖലയിൽ, അതുപോലെ ലാൻഡ്, അതുപോലെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് സെക്ടർ, എംപ്ലോയ്മെൻറ്റ്, ഇൻകം ജനറേഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ്, ഹെൽത്ത് കെയർ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിലും വ്യത്യസ്തമായിട്ടുള്ള പ്രൊജക്റ്റുകൾ ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ എഡ്യൂക്കേഷൻ മേഖലയിലാണെങ്കിൽ റെസിഡൻഷ്യൽ മോഡൽ സ്കൂളുകൾ സ്ഥാപിച്ചു. അവിടെ താമസിച്ച് അവർക്ക് പഠിപ്പിക്കുന്നതിനെയാണ്. കോളേജ് മേഖലയിലും അതുപോലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി മേഖലയിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ലൈഫ് മിഷൻ്റെ ഇതിൽ ഒരുപാട് വീടുകൾ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡെവലപ്മെൻറ്റൽ സ്കീംസും മറ്റൊക്കെ ഇന്ത്യയിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അവർക്ക് വേണ്ടി കൊണ്ടുവന്ന കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ എഴുതേണ്ടത്. ഈ ഒരു ആന്ത്രപ്പോളജി പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പൊതുവേ കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി, അതിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് നോക്കുന്നത് ഉപകാരപ്പെടും. ഇതിൻ്റെ ക്ലാസ്സുകൾ പറ്റുന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.